ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഈ പ്രഭാതയാമത്തിങ്കിൽ ഇപ്രകാരം പ്രഭാത ജാഗരണത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കൃപയൊരുക്കിയ ദൈവത്തെ അതിയായി സ്തുതിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. ദൈവമഹത്വത്തിനായി കഴിവുകളും ധനവും ഉപയോഗിക്കുക എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് പ്രഭാതത്തിങ്കിൽ നാം ചിന്തിക്കാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കപ്പെടുകയാണ്. അങ്ങനെ ഉള്ളവന് ഏവനും ലഭിക്കും, അവന് സമൃദ്ധിയുമുണ്ടാകും, ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയുമെന്ന് ഇവിടെ ദൈവത്തിൻ്റെ വചനം സാക്ഷീകരിക്കുകയാണ്. അപ്പോൾ കൃപാവരങ്ങളിൽ വൈവിധ്യമുള്ളതായി ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. വലിയ കൃപാവരങ്ങൾ, അതോടൊപ്പം ചെറിയ കൃപാവരങ്ങൾ എന്നിവയെക്കുറിച്ചും അവിടെ പരാമർശിക്കപ്പെടുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ലഭിച്ചതായ താലന്തുകൾ, ഏവരും ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ താലന്തുകളെ കൊണ്ടാണ് ജനിക്കപ്പെടുന്നത്. ആ താലന്തുകൾ എപ്രകാരം അതിനെ ദൈവനാമ മഹത്വത്തിനായി നാം ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചെക്കുറിച്ചാണ് തിരുവചനം ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. അപ്പോൾ ഒന്നും പ്രവർത്തിക്കാതെ ലഭിച്ചതായ താലന്തുകളെ അത് നഷ്ടപ്പെടുത്തി കളയുന്നു എങ്കിൽ അതിന് നാം വലിയ വില അതിന് നൽകേണ്ടി വരും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. രക്ഷ തന്നെയും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അനുഭവം അപ്രകാരം ആ താലന്തുകളെ അലക്ഷ്യമാക്കി കളയുന്നവർക്ക് ലഭിക്കും എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു മടങ്ങുവരവിൻ്റെ ധ്വനികൾ നമ്മുടെ കാതുകളിൽ മുഴങ്ങുകയാണ്. ക്രിസ്തുവിൻ്റെ വരവിൻ്റെ കാഹളത്തിൻ്റെ ധ്വനികൾ നമ്മുടെ കാതുകളിൽ മുഴങ്ങും. അങ്ങനെയെങ്കിൽ ഈ താലന്ത് നമ്മെ ഏൽപ്പിച്ചവൻ വിശ്വസ്തയോടെ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ താലന്ത് തിരികെ ചോദിക്കുമ്പോൾ നാം എപ്രകാരം ദൈവസന്നിധിയിൽ കാണപ്പെടും? സന്തോഷത്തോടെ നമ്മളെ ഏൽപ്പിച്ചതായ താലന്തുകളെ വർദ്ധിപ്പിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്ന അനുഭവമാണോ, അതോ ആ താലന്തുകളെ യഥേഷ്ടമായി നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നവരുടെ കൂട്ടത്തിലാണോ നാം കാണപ്പെടുന്നത് എന്ന് ഇന്ന് പ്രഭാതത്തിങ്കിൽ നാം ചിന്തിക്കേണ്ടതായ സാഹചര്യമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിച്ചതായ താലന്തുകളെ നാം വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ അവിടെ എന്നെയും നിങ്ങളെയും ക്ഷണിക്കുന്നതായ ഒരു പദമുണ്ട്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന ആ ഉന്നതമായ വിളിക്ക് യോഗ്യമാവണ്ണം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കേണ്ട ഒരു ആവശ്യകതയും ഇവിടെ സാക്ഷീകരിക്കുകയാണ്. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് കരുതി ആ പിശാച് തൻ്റെ സൈന്യത്തോടുകൂടി സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നാം ചെയ്യേണ്ട കർത്തവ്യങ്ങൾ വേറെ വല്ലവരും ചെയ്യട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യട്ടെ എന്ന് അവരെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന കർമ്മങ്ങളിൽ നാം വ്യാപൃതരാകാതെ അലക്ഷ്യത്തോടു കൂടിയാണ് നാം ഇരിക്കുവാൻ ഭാവിക്കുന്നുവെങ്കിൽ അവിടെ രക്ഷ തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ നാം ഏവരും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം സമയം വളരെ അടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ലോകത്തിലെ സംഭവവികാസങ്ങൾ നമ്മളെ ഉണർത്തുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതിനെ അതിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഉന്നതമായ വിളി, ആ പേർ വിളിക്കുന്ന അനുഭവത്തെങ്കിൽ വിശ്വസ്ത സാക്ഷിയായി ദൈവസന്നിധിയിൽ കാണപ്പെടുവാൻ ഈ പ്രഭാതത്തിൽ പ്രതിജ്ഞാബദ്ധതയോടുകൂടി നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സകല നന്മകളും കൃപകളും വരങ്ങളും അതിനായുള്ളതായ ഇച്ഛാശക്തിയും അവബോധവും പ്രത്യാശയും ദിവ്യമായ പരിശുദ്ധാത്മാവിന് കൃപാവരങ്ങൾ നമുക്ക് തന്ന നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതിനായി നമുക്ക് ഏവർക്കും ഒരുങ്ങാം. പ്രത്യാശയോടെ നാം മാത്രമല്ല മറ്റുള്ളവരെയും ഈ താലന്തുകൾ ലഭിച്ചിരിക്കുന്നതിനെ വർദ്ധിപ്പിക്കേണ്ടതിന് ആവശ്യതയെക്കുറിച്ച് അവരിലും ഒരു അവബോധം ഉണർത്തി ക്രിസ്തുവിനായി ഒരുങ്ങി കാത്തു നിൽക്കുവാൻ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജാഗ്രതയിൽ നിന്ന് വിരമിച്ചുകൊള്ളുകയാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനായി ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾക്കായി സ്തോത്രം. ആ താലന്തുകളെ ദൈവനാമ മഹത്വത്തിനായി ഞങ്ങളതിനെ വർദ്ധിപ്പിക്കുവാൻ, അത് മറ്റുള്ളവരോട് അവർക്കും ലഭിച്ചിരിക്കുന്ന താലന്തുകളെ ദൈവനാമ മഹത്വത്തിനായി വിനിയോഗിക്കുവാനും ക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങി അവരെയും ഒരുക്കുവാൻ തക്കവണ്ണം സകല നന്മകളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ജാഗരണത്തിന് ഭാഗമാക്കായി ഇരുന്ന ഏവരെയും അവിടുത്തെ വരവനായി ഒരുക്കണം. ആ നല്ല ദാസനെ എന്നുള്ളതായ ആ ഉന്നതമായ വിളിക്ക് യോഗ്യമാവണ്ണം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അവിടുന്ന് ക്രമീകരിക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വഴിയായി താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥനയും അവിടുത്തെ മഹാദൈവമൂലം കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം.